അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സൈദിൽ വെച്ചാൽ പ്രിയപ്പെട്ട ഹബീബുകളെ, നമ്മുടെ സ്ഥലം ചന്ത ഫെബ്രുവരി 16 ഞായറാഴ്ച രാവിലെ 9 മണിക്കാണ് ഇവിടെ ഇനിട്ടാ. ഇനി കുറച്ച് സ്ഥലം കൂടി നമുക്ക് കൊടുക്കാറുള്ളൂ. അവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പട്ടാമ്പിയിലാണ്. പട്ടാമ്പി ടൗണിൽ നിന്ന് 3 കിലോമീറ്ററാണ്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് 2.5 കിലോമീറ്ററാണ്. എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചന്തണ്ടായപ്പോൾ കൊടുത്ത സ്ഥലത്ത് അസ്ഥിവാരം കയറൽ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ഒരു പെര കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിലൊക്കെ നിറയെ വീടുകളെ വരിക. വെറും 70,000 രൂപ മുതലാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. അപ്പോൾ ഈ സ്ഥലമാണ് കൊടുക്കാനുള്ളത്. വെള്ള സൗകര്യം യഥേഷ്ടമുണ്ട്. 4 പുറം വീടുകളുണ്ട്, സൗകര്യങ്ങളുണ്ട്. ആ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഈ സ്ഥലത്തേക്ക് എവിടെ നിന്നൊക്കെ എത്താമെന്നറിയാം. നമ്മുടെ സംക്രമങ്ങളിൽ നിന്ന് എത്താം, കൊപ്പത്തു നിന്ന് എത്താം, മുളയങ്കാവ് നിന്ന് ഇങ്ങനെ കൊപ്പം വഴി വരാം. അതുപോലെ തന്നെ നമുക്ക് മുതുതല ആ ഭാഗത്ത് നിന്ന് വരാം. ഒക്കെ അടുത്താണ്. 2.5 കിലോമീറ്ററാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് കേട്ടോ. അതുപോലെ തന്നെ പട്ടാമ്പിനെ കുറിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഗവൺമെൻറ് ഓഫീസുകൾ, അതുപോലെ തന്നെ ഒരുപാട് തുണിക്കടകൾ, മറ്റുള്ള ഷോപ്പിംഗ് മാളുകളൊക്കെ ഉള്ള ഏരിയയാണ് പട്ടാമ്പി. അപ്പോൾ ആ കൊപ്പത്ത് ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് സംക്രമങ്ങൾക്ക് കൂടെ അങ്ങനെ വരാം. അതല്ല മുതല ഭാഗത്തൂടെ വരികയാണെങ്കിൽ അങ്ങനെ വരാം. തൃത്താലക്കൊപ്പത്തുനിന്ന് വരാം. ഒരുപാട് എൻട്രി ഉണ്ട് ഇവിടേക്ക് വരാൻ. ഇവിടെ നമുക്കൊരു അല്പം റേറ്റ് കൂടിട്ടാ. ഇവിടെ ആ സ്ഥലം കൊടുത്തിട്ട് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം കൊടുക്കൽ കഴിഞ്ഞു. ഈ മെയിൻ റോഡിൽ നിന്ന് ഈ വഴിക്ക് വരുന്ന സ്ഥലം. അപ്പോൾ ഇനി ബാക്കി ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കാനുള്ളത് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കൽ കഴിഞ്ഞു. ഈ തിട്ടിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വരും. അപ്പോൾ ഇത് നമുക്ക് 70 കുറച്ച് കൂടും കേട്ടോ. അപ്പോൾ 70, 80, 1 ഒക്കെ സ്ഥലം നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഒറ്റ കാര്യം പറയുള്ളൂ. നമുക്ക് 16 ഫെബ്രുവരി 16 പിന്നെ ചന്തയൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ റംസാൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നടത്താൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് ആരെങ്കിലുമൊക്കെ വന്നിട്ട് അഡ്വാൻസോ ടോക്കണോ എഗ്രിമെൻറ്റോ റൈഷോ എന്താ വേണ്ടിച്ചാൽ ചെയ്യാം. റംസാൻ ആയി കഴിഞ്ഞതിൻ്റെ ശേഷം സ്ഥലം ഉണ്ടെങ്കിൽ കേട്ടോ. 3-4 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് സ്ഥലം കഴിഞ്ഞ പ്രാവശ്യം വിറ്റ് കഴിഞ്ഞു. അതിലാണെങ്കിലോ അവർ പെട്ടെന്ന് തന്നെ പെരപ്പണി തുടങ്ങി കഴിഞ്ഞു. അസ്ഥിവാരം കയറൽ കഴിഞ്ഞു. ഓരോ പണികളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ പട്ടാമ്പി ടൗണിൽ നിന്ന് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ 2.5-3 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എല്ലാ ഭാഗത്തുള്ള ആളുകൾക്കും വരാനും പോകാനും സൗകര്യം നമ്മുടെ ട്രെയിൻ സൗകര്യമുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് വരികയാണെങ്കിലും, പൊള്ളാച്ചിയിൽ നിന്ന് വരികയാണെങ്കിലും, കോയമ്പത്തൂരിൽ നിന്ന് വരികയാണെങ്കിലും, ചെന്നൈയിൽ നിന്ന് വരികയാണെങ്കിലും, ബാംഗ്ലൂരിൽ നിന്ന് വരികയാണെങ്കിലും, എവിടെ നിന്ന് വരികയാണെങ്കിലും ട്രെയിൻ നമ്മുടെ അടുത്ത് കൂടെ ഉണ്ട്. അപ്പോൾ വരാനും പോകാനും ഒക്കെ സൗകര്യം. അതുപോലെ തന്നെ നമ്മൾ വാഹനം നിൽക്കുന്നതിൻ്റെ ആ ടാറിങ് റോഡ് ഉണ്ടല്ലോ, അവിടുന്ന് തഞ്ഞായി നിൽക്കുന്ന ഭാഗത്ത് കൂടെ നമുക്ക് വഴിയാണ് കേട്ടോ. വഴി എന്ന് പറഞ്ഞാൽ 10 അടി വഴി കെട്ടിയിട്ട് ബാക്കിലേക്ക് ഫ്ലോട്ടിലേക്ക് റോഡാണ്. അപ്പോൾ 70,000 റുപ്യാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കേട്ടോ, ഇതിൻ്റെ റോഡാണ് കേട്ടോ. റോഡിൻ്റെതാണ് ഈ കാല് കുറ്റി അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് റോഡ് വരിക. മാത്രമല്ല ഈ റോഡ് നിങ്ങൾക്ക് ടാറ് ചെയ്തു തരും. ടാറിങ് അടക്കം ചെയ്തു തരുന്നതായിരിക്കും. ഇപ്പോൾ കാണുമ്പോൾ മണ്ണ് റോഡാണ്. അപ്പോൾ ടാറിങ് റോഡ് ചെയ്തു തരും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കുളം, കിണർ, വെള്ളം സൗകര്യമൊക്കെ കാണിച്ചു തരാം. അപ്പുറത്ത് കുളമുണ്ട്. ഇതൊന്ന് കാണിച്ചു കൊടുത്താൽ ഈ കിണർ. അപ്പോൾ ഇതൊക്കെ തൂർത്തിട്ട് നമ്മൾ നല്ല കിണർ ഒഴിക്കട്ടാ. സാധാ കിണർ ഒഴിക്കാതെ പഴയ കാലത്തുള്ള കിണറാണ് ഈ വളപ്പിൽ കണ്ടോ. വെള്ളം യഥേഷ്ടമാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ ആലോചിക്കണം. ഇതുപോലെ ഈ ഭാഗത്തൊക്കെ വീടുകളാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ വീടുകളാണ് കണ്ടില്ലേ. സൗകര്യങ്ങൾ വെറും 70,000 റുപ്യക്കാണ് ഈ സ്ഥലം കൊടുക്കുന്നത്. പട്ടാമ്പി ടൗണിൻ്റെ അടുത്ത്, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കേട്ടോ. എല്ലാ സൗകര്യമുള്ളത് ാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ആലോചിക്കണമെന്നല്ല ഈ റോഡ് കണ്ടോ. അവിടുന്ന് വരുന്ന നല്ല ടാറിങ് റോഡ്. ഇതിൻ്റെ ആ ഭാഗത്തൊക്കെ വീടുകളാണ് കേട്ടോ. ഇതൊരു 3-4 ഏക്കർ ആയതുകൊണ്ട് അതിൻ്റെ വീട് കയറാത്തത്. പക്ഷേ ഇതിലൊക്കെ വീട് കയറി കഴിഞ്ഞാണല്ലോ നല്ല ഒരു എന്താ പറയുക, ഇതിലൊക്കെ വീടിന് വന്നു കഴിഞ്ഞാൽ നല്ല കുഴിക്കൂർ ചമയങ്ങളൊക്കെ വെച്ചിട്ടേ വല്ല മറ്റേ പ്ലാവോ മാവോ ഒക്കെ തെയ്യൊക്കെ വെച്ച്, തെങ്ങും തെയ്യൊക്കെ വെച്ച് നല്ല വീടാക്കി മാറ്റാം. ആ ഒരു 10 സെൻറ്റ് വാങ്ങണവനൊക്കെ എന്താ വേണ്ടിച്ച വെക്കാനുള്ള സൗകര്യം നല്ല മണ്ണുമാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. ഫെബ്രുവരി 16 ഞായറാഴ്ച, വീണ്ടും പറയുന്നു ഫെബ്രുവരി 16 ഞായറാഴ്ച കൃത്യം 9 മണിക്ക് നമ്മുടെ ഹൗസ് പ്ലോട്ടിൻ്റെ ചന്ത ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഞായറാഴ്ച വരെ. ഈ ഞായറാഴ്ച വെക്കാനുള്ള കാരണം എന്താണെന്നറിയോ? എല്ലാവർക്കും വരാനും പോകാനും സൗകര്യം. കാരണം ലീവുള്ള ദിവസമാണല്ലോ. കാരണം ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ഓഫീസർമാരുണ്ടാവും, മറ്റുള്ള ഓഫീസർമാരുണ്ടാവും. അപ്പോൾ ഇതിൽ മേടിച്ചത് ഇപ്പോൾ അതേമാതിരി ഞായറാഴ്ച ഉള്ളവരകത്ത് ദൂരൊക്കെ മേടിച്ചിന്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും മേടിക്കാൻ ഒരു അവസരം. 70,000 റുപ്യ മുതൽ നമുക്കിവിടെ സ്ഥലം കിട്ടും. മാത്രമല്ല നല്ല വെള്ള സൗകര്യം, യഥേഷ്ടം സൗകര്യങ്ങൾ. കാരണം ഇവിടെ ഒരു തറട്ട് പണി കഴിഞ്ഞിട്ടുണ്ട്, ബാക്കി പണി തുടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ അവിടെ വീടിൻ്റെ പണി ഇപ്പോൾ ലിൻഡൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കയറേണ്ട ആ വീട്.
അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് അസ്ഥിവാരം കീഴിയിട്ടുണ്ട്. അവിടെ ഒരു വീട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മുസ്ലിയുടെ വീടാണ്. അപ്പോൾ എൻ്റെ ഹബീബിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും ഷെയർ ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം. കാരണം 70,000 റുപ്യക്കൊക്കെ ഈ പട്ടാമ്പിയുടെ ടൗണിൻ്റെ പരിസരത്ത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യമുള്ള കാര്യമാണ് അല്ലേ. നമ്മൾ സ്ഥലമൊക്കെ എല്ലാവരും മേടിക്കൽ 1.25, 1.5 ഇതിൻ്റെ പരിസരത്തൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ 1.25, 1.5 റേറ്റ്. ആ സ്ഥാനത്താണ് ഇവിടെ 70,000 റുപ്യക്ക് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം. ഈ 70,000 റുപ്യ മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഫെബ്രുവരി 16-ാം തീയതി ഞായറാഴ്ച ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോന്നോളി. ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ ഉണ്ടാവും. ഇതിൻ്റെ ഓണർ ഉണ്ടാവും, ഞാനും ഉണ്ടാവും. പോരെ, നമുക്ക് തരേണ്ടത് വാങ്ങുന്നവർ 1% കമ്മീഷനാണ്, കൂടുതലൊന്നും മേടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞായറാഴ്ച തീർച്ചയായിട്ടും പോന്നോളി. ഫെബ്രുവരി 16-ാം തീയതി ഞായറാഴ്ച കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ ഇതെല്ലാം കാണുന്നവരൊക്കെ ഷെയർ ചെയ്യുക. അവരുടെ കുടുംബത്തിലേക്ക്, സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക് അല്ലേ. എൻ്റെ ഉമ്മ പങ്ങന്മാരൊക്കെ എൻ്റെ ചാനൽ കാണുന്ന ഒരുപാട് സഹോദരിമാർ മലപ്പുറം ജില്ലയിൽ കൂടുതലുണ്ട്. അപ്പോൾ അവരൊക്കെ പരമാവധി ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. ഇത്രയും വില കമ്മിയായ ഭൂമി പട്ടാമ്പിയിൽ കിട്ടാൻ ഒരു സാധ്യതയില്ല, അന്വേഷിക്കുക. പള്ളിയാണെങ്കിൽ പള്ളി, അമ്പലമാണെങ്കിൽ അമ്പലം, ക്രിസ്ത്യൻ ചർച്ചാണെങ്കിൽ ചർച്ച്, എല്ലാവർക്കും താമസിക്കാൻ സൂപ്പർ സ്ഥലം കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ ആലിക്കപ്പറമ്പ് എന്ന സ്ഥലം പറയും. ആലിക്കപ്പറമ്പിലെ പള്ളിയിട്ട് ഇവിടെ നിങ്ങൾക്ക് വരുന്നോടത്ത്. അപ്പോൾ പട്ടാമ്പി ആലിക്കപ്പറമ്പിലാണ് ഈ സ്ഥലം നിൽക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആളുകൾക്ക് ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ അയച്ചു തരും. നിങ്ങൾക്ക് മുൻകൂട്ടി സ്ഥലം വന്ന് കാണാം. പക്ഷേ ഇത് ഓണറുമായിട്ട് സംസാരിക്കണമെങ്കിൽ ഞായറാഴ്ച പറ്റുള്ളൂ, 16-ാം തീയതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ഓഫീസ് നമ്പറിൽ വിളിച്ചോളി. ലൊക്കേഷൻ ഓഫീസ് സ്റ്റാഫ് അയച്ചു തരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും മഹസ്സലാമ.